ഹായ്, എൻ്റെ പേര് ഡോക്ടർ രാജേഷ് ബി നായർ. ഞാനൊരു കൺസൾട്ടൻറ്റ് റീഹാബിലിറ്റേഷൻ ആൻഡ് പെയിൻ ഫിസിഷ്യനാണ്. ഇന്ന് നമ്മൾ ഡയബറ്റിക് ഫുട്ട് അൾസറുകൾ, അതായത് ഡയബറ്റിക് രോഗികളിൽ കാണുന്ന കാലുകളിൽ കാണുന്ന ഉണങ്ങാത്ത മുറിവുകളും അതിൻ്റെ ചികിത്സാ മാർഗമായ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി എന്ന ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയെക്കുറിച്ചുമാണ് സംസാരിക്കാൻ പോകുന്നത്. ഡയബറ്റിസ് അഥവാ പ്രമേഹ രോഗം ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷനുകളിൽ ഒന്നാണ് ഡയബറ്റിക് ഫുട്ട് അൾസർ അഥവാ കാലുകളിലുണ്ടാകുന്ന വ്രണം. ഇങ്ങനെ ഉണ്ടാകുന്ന വ്രണങ്ങൾ ഉണങ്ങാൻ താമസം വരികയും അത് ഇൻഫെക്ഷൻ മറ്റ് ഭാഗങ്ങളിലേക്ക്, കാലിൻ്റെ തന്നെ മുകൾ ഭാഗങ്ങളിലേക്ക് ആ ഇൻഫെക്ഷൻ വ്യാപിക്കുകയും അസ്ഥികളെയും ലിഗമെൻറ്റുകളെയും മറ്റ് അനുബന്ധ സ്ട്രക്ചറുകളെയും നശിപ്പിക്കുകയും ചെയ്യും. പലപ്പോഴും ഇങ്ങനെയുള്ള രോഗികൾക്ക് കാല് മുറിച്ചു മാറ്റേണ്ട തരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ കാലുകളിൽ ചെറിയ മുറിവുകൾ ഉണ്ടായാൽ ഇത്തരം മുറിവുകളെ ഉണക്കുക, അല്ലെങ്കിൽ മുറിവ് കരിയുക എന്ന പ്രക്രിയ നടക്കുന്നത് രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ്. ഒരു മുറിവുണ്ടായി കഴിയുമ്പോൾ തന്നെ രക്തോട്ടം വഴി പ്ലേറ്റ്ലെറ്റുകൾ അവിടെ എത്തുകയും അത് ഈ മുറിവിന് പുറത്ത് ഒരു സീല് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ സീലിൻ്റെ അണ്ടറിൽ അത് ഇൻഫെക്ഷനൊന്നും ഇല്ലാതെ മുറിവ് സ്വാഭാവികമായി ഉണങ്ങുകയും ചെയ്യുന്നു. ഡയബറ്റിക് പേഷ്യൻസിൽ, പ്രമേയ രോഗികളിൽ പലപ്പോഴും രക്തക്കുഴലുകൾ ചുരുങ്ങുന്നത് വഴി ഈ മുറിവുകൾ ഉണ്ടാകുന്ന ഭാഗങ്ങളിലേക്കുള്ള രക്തോട്ടം വളരെ പരിമിതമായിരിക്കും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് പ്ലേറ്റ്ലെറ്റുകൾക്ക് അവിടെ എത്താൻ കഴിയുകയില്ല. അതുമൂലം കൃത്യമായ പ്ലഗ് ഫോർമേഷൻ നടക്കുകയില്ല, ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ അണുബാധ വർദ്ധിച്ച് ഇതൊരു വലിയ മുറിവായും ഉണങ്ങാത്ത മുറിവായും മാറുകയും ചെയ്യും. ഡയബറ്റിക് രോഗികളിൽ കാണുന്ന ഇത്തരം ഉണങ്ങാത്ത മുറിവുകൾ തീർച്ചയായും ഒരു ട്രീറ്റ്മെൻറ്റ് ചലഞ്ച് തന്നെയാണ്. ഈ മുറിവുകൾ ഇങ്ങനെ ഉണങ്ങാതിരിക്കുന്നതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, അങ്ങോട്ടുള്ള രക്തോട്ടം കൃത്യമായിട്ട് സംഭവിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പ്ലേറ്റ്ലെറ്റുകൾക്ക് ഈ മുറിവുകളിൽ പോയി ഒരു കൃത്യമായ സീലിംഗ് നടത്താൻ കഴിയുന്നുണ്ടാകില്ല. പിന്നെ അത്രയും ഒരു മുറിവ് കുറച്ച് കാലം അറ്റ്മോസ്ഫിയറുമായിട്ട് തുറന്നിരിക്കുന്നതുകൊണ്ട് അവിടെ അണുബാധ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പല പല ഘടകങ്ങൾ ഈ മുറിവ് ഉണങ്ങുന്നതിൻ്റെ ദൈർഘ്യം കണ്ടമാനം വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. ട്രീറ്റ്മെൻറ്റിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് കൃത്യമായ ഡയബറ്റിക് കൺട്രോളാണ്. ഡയബറ്റിക് കൺട്രോളിനോടൊപ്പം തന്നെ ഈ മുറിവുണ്ടായ ഭാഗത്തേക്കുള്ള രക്തോട്ടം വർദ്ധിപ്പിക്കുകയും കോശങ്ങൾക്ക് ലഭിക്കുന്ന ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ മുറിവ് കരിയുകയുള്ളൂ. അതോടൊപ്പം കൃത്യമായ ഇൻഫെക്ഷൻ കൺട്രോളും, അതായത് അണുബാധ രഹിതമായി സൂക്ഷിക്കുകയും പ്രധാനം തന്നെയാണ്. ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പിയുടെ പ്രവർത്തനം വളരെ ലളിതമാണ്. സാധാരണ രീതിയിൽ ഒരു സിംഗിൾ പേഷ്യൻ്റ് ചേംബറാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. സിലിണ്ടറിക്കൽ ആകൃതിയിലുള്ള ഒരു വ്യക്തിക്ക് അതിൻ്റെ ഉള്ളിൽ കിടക്കാവുന്ന സൈസിലുള്ള ഒരു ചേംബർ. ഈ ചേംബറിൻ്റെ ഉള്ളിൽ എയർ നിറച്ച് ഏകദേശം 2 മുതൽ 3 വരെ അറ്റ്മോസ്ഫിയർ പ്രഷറിന് ഈക്വലായ പ്രഷർ അതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ മർദ്ദത്തിൽ ഒരു രോഗിയെ ആ ചേംബറിനുള്ളിൽ കിടത്തുകയും 100% ഓക്സിജൻ ശ്വസിക്കാൻ കൊടുക്കുകയും ചെയ്യുന്നു. ഏകദേശം 1 മണിക്കൂർ നേരമാണ് രോഗി അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യേണ്ടത്. സാധാരണയായി വലിയ കാര്യപ്പെട്ട കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ സൈഡ് ഇഫക്റ്റുകളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു തെറാപ്പിക്കില്ല. എന്നിരുന്നാലും ചില തരത്തിലുള്ള രോഗികളെ, പ്രത്യേകിച്ച് ക്ലോസ്ട്രോഫോബിയ, അതായത് ഇടുങ്ങിയ സ്ഥലത്തെ പേടിയുള്ള ആളുകൾ, അതുപോലെ ചെവിയുടെ ഇയർ ഡ്രമ്മിന് എന്തെങ്കിലും തകരാറുകളുള്ള ആളുകൾ, അതല്ലെങ്കിൽ ചില ആളുകൾക്ക് സീഷർ പോലെയുള്ള കണ്ടീഷൻസ്, അത് അപസ്മാരം പോലെയുള്ള കണ്ടീഷനുള്ള ആളുകൾ, ഇങ്ങനെയുള്ള കുറച്ച് ആളുകളെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാത്തരം രോഗികൾക്കും എല്ലാത്തരം ആളുകൾക്കും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ ഏകദേശം ദിവസത്തിൽ 1 മണിക്കൂർ നേരം 20 മുതൽ 60 ദിവസം വരെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്, ഒരു കൃത്യമായ റിസൾട്ട് കാണാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. ഉണങ്ങാത്ത മുറിവുകൾക്ക് മാത്രമല്ല HPOT തെറാപ്പി സഹായകരമായിട്ടുള്ളത്. ആന്തരികമായ മുറിവുകൾ, ആന്തരികമായ രക്തസ്രാവം, ന്യൂറോളജിക്കൽ കണ്ടീഷൻസായ സ്ട്രോക്ക്, ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി, തലച്ചോറിനേക്കുന്ന പരിക്കുകൾ, പക്ഷാഘാതം, പാർക്കിൻസൺസ് ഡിസീസ് പോലെയുള്ള കണ്ടീഷൻസ്, പിന്നെ ചില തരത്തിലുള്ള കേൾവിക്കുറവുകൾ, അങ്ങനെ ഏകദേശം 14ഓളം കണ്ടീഷന് ഈ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി ഓൾറെഡി അപ്രൂവ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ്. ഇതൊരു ആഡ് ഓൺ തെറാപ്പി കൂടിയാണ്. ബാക്കിയുള്ള ചികിത്സകളുടെ കൂട്ടത്തിൽ ഈ ഒരു ചികിത്സാ മാർഗം കൂടി ഫോളോ ചെയ്യപ്പെട്ടാൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്, ഔട്ട്കമാണ് നമുക്ക് കിട്ടാറുള്ളത്. കോംപ്രിഹെൻസീവായ ഒരു ഡയബറ്റിക് ഫുഡ് അൾസർ, അതായത് ഡയബറ്റിക് രോഗികളിൽ കാണുന്ന ഉണങ്ങാത്ത മുറിവുകൾക്കുള്ള ഒരു ചികിത്സയാണോ നിങ്ങൾ തേടുന്നത്? അങ്ങനെയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു കോംപ്രിഹെൻസീവ് റീഹാബിലിറ്റേഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ആണ് മാന ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്.